ഡിയർ സ്റ്റുഡൻസ്, ഞാൻ നിങ്ങളുടെ ഇക്കണോമിക്സ് ടീച്ചർ. നമ്മൾക്കിന്ന് ഇക്കണോമിക്സിലെ 1-ാം അധ്യായം ചാപ്റ്റർ 1 ഒന്ന് നോക്കാം. ഇന്ത്യൻ ഇക്കോണമി ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ്. സ്വാതന്ത്ര്യലബ്ധിക്കാലത്തെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ. നമ്മൾക്കറിയാം, 1757 പ്ലാസി യുദ്ധത്തോടു കൂടിയാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണം ആരംഭിച്ചത്. ഇത് ഏതാണ്ട് 200 വർഷങ്ങളോളം നീണ്ടുനിന്നു. 2 നൂറ്റാണ്ടുകൾ നീണ്ട കോളനി വാഴ്ചയുടെ ഫലമായി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ പരിതാപകരമായ അവസ്ഥയിലെത്തിയിരുന്നു. എന്നാൽ കോളനി വാഴ്ചയ്ക്ക് മുമ്പ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഏറെക്കുറെ സ്വയം പര്യാപ്തമായ നിലയിലായിരുന്നു. അക്കാലത്ത് ഇന്ത്യയിലെ മുഖ്യ സാമ്പത്തിക പ്രവർത്തനം കൃഷിയായിരുന്നു. പലവിധ നിർമ്മാണ പ്രക്രിയകളിൽ ഇന്ത്യൻ ജനത ഏർപ്പെട്ടിരുന്നു. പരമ്പരാഗത തൊഴിലുകളിൽ ഏർപ്പെട്ടിരുന്ന നെയ്ത്തുകാർ, സ്വർണ്ണപ്പണിക്കാർ, തടിപ്പണിക്കാർ, മൺപാത്ര നിർമ്മാതാക്കൾ, അലക്കുകാർ എന്നിങ്ങനെ വ്യത്യസ്തങ്ങളായ ജനവിഭാഗങ്ങൾ സമൂഹത്തിൽ നിലനിന്നിരുന്നു. പരുത്തി, സിൽക്ക്, ലോഹങ്ങൾ, രത്നക്കല്ലുകൾ തുടങ്ങിയവ ഉപയോഗിച്ചുള്ള കരകൗശല പ്രവർത്തനങ്ങൾക്കും ഇന്ത്യ പ്രസിദ്ധി ആർജിച്ച കാലമായിരുന്നു അത്. ഗുണമേന്മയുടെയും കരകൗശല മികവിൻ്റെയും പ്രതീകങ്ങളായിരുന്ന ഇന്ത്യൻ പരുത്തി, സിൽക്ക് തുണിത്തരങ്ങൾ സ്വദേശത്ത് മാത്രമല്ല വിദേശത്തും പ്രസിദ്ധമായിരുന്നു. എന്നാൽ ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥയെ പാടെ മാറ്റിമറിച്ചു. ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തേക്കാൾ തങ്ങളുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. ബ്രിട്ടീഷുകാരുടെ ഇരട്ട നയങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾക്ക് നോക്കാം. ദ ടൂഫോൾഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ബ്രിട്ടീഷുകാർ അവലംബിച്ച സാമ്പത്തിക നയത്തിൻ്റെ 2 ലക്ഷ്യങ്ങൾ ഏതൊക്കെയായിരുന്നു? ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഭരണം നടത്തിയത് പ്രധാനമായും 2 ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു ആ 2 ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്? ടു യൂസ് ഇന്ത്യ ആസ് എ സപ്ലയർ ഓഫ് റോ മെറ്റീരിയൽസ് ഫോർ ബ്രിട്ടീഷ് ഇൻഡസ്ട്രീസ്. ബ്രിട്ടനിലെ വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വിഭവങ്ങൾ ഇന്ത്യയിൽ നിന്നും കൊണ്ടുപോവുക. സെക്കൻഡ് വൺ, ടു കൺവേർട്ട് ഇന്ത്യ ഇൻ ടു എ മാർക്കറ്റ് ഫോർ ദ ഫിനിഷ്ഡ് പ്രോഡക്ട്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ ബ്രിട്ടൻ. ബ്രിട്ടനിൽ ഉൽപ്പാദിപ്പിച്ച സാധനങ്ങളുടെ കമ്പോളമായി ഇന്ത്യയെ മാറ്റുക. ഈ 2 ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ സാമ്പത്തിക നയങ്ങൾ നടപ്പിലാക്കിയത്. ഏതൊക്കെയാണ്? ബ്രിട്ടനിലെ വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ, വിഭവങ്ങൾ ഇന്ത്യയിൽ നിന്നും കൊണ്ടുപോവുക. അതേപോലെ തന്നെ ബ്രിട്ടനിലെ യന്ത്രങ്ങളാൽ നിർമ്മിതമായ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ കൊണ്ടുവന്ന് വിറ്റഴിക്കുക. ഇന്ത്യയെ വെറുമൊരു മാർക്കറ്റ് മാത്രമായിട്ടാണ് അവർ കണ്ടിരുന്നത്. ഇതായിരുന്നു ബ്രിട്ടീഷുകാരുടെ ടൂഫോൾഡ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. ഈ 2 ലക്ഷ്യങ്ങൾ ഓർത്തുവെക്കുക. ഇനി നാഷണൽ ഇൻകം കാൽക്കുലേഷൻ ഡ്യൂറിങ് ബ്രിട്ടീഷ് പീരീഡ്. ദേശീയ വരുമാനം കണക്കാക്കൽ. അതായത് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ നമ്മൾ പഠിച്ചു, ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ സാമ്പത്തിക വികസനം ലക്ഷ്യമാക്കിയല്ല ഇന്ത്യയിൽ ഭരണം നടത്തിയത്. ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക വികസനം കണക്കാക്കാനുള്ള ഒരു നല്ലൊരു സൂചികയാണ് ദേശീയ വരുമാനം എന്ന് പറയുന്നത്. ദേശീയ വരുമാനം കണക്കാക്കിയാണ് നമ്മൾ ഒരു രാജ്യത്തിൻ്റെ വികസനം അളക്കുന്നത്. എന്നാൽ ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിൽ ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നതിൽ ബ്രിട്ടീഷുകാർ യാതൊരു താല്പര്യവും കാണിച്ചിരുന്നില്ല. എന്നിരുന്നാലും ഇന്ത്യയിലെ ചില പ്രമുഖ വ്യക്തികൾ ദേശീയ വരുമാനം കണക്കാക്കുന്നതിൽ താല്പര്യം കാണിക്കുകയും ദേശീയ വരുമാനം കണക്കാക്കാനുള്ള ഒരു ശ്രമം നടത്തുകയും ചെയ്തു. അതിൽ പ്രമുഖ വ്യക്തികളാണ്: 1 ദാദാഭായ് നവറോജി, 2 വില്യം ഡിഗ്ബി, VKRV റാവു,
RC ദേശായ്, ഫിൻലെ ഷിറാസ്. ദേശീയ വരുമാനം എന്ന് പറയുന്നത് ഒരു രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിച്ച എല്ലാ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണരൂപത്തിലുള്ള തുകയാണ് ദേശീയ വരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ദേശീയ വരുമാനം ബ്രിട്ടീഷ് ഭരണകാലത്ത് കണക്കാക്കാൻ താല്പര്യം കാണിച്ച അല്ലെങ്കിൽ കണക്കാക്കാൻ ഒരു ശ്രമം നടത്തിയ പ്രമുഖ വ്യക്തികളാണ് ഇവരൊക്കെ. ഇതിൽ VK റാവു കണക്കാക്കിയ ദേശീയ വരുമാനമാണ് കൂടുതൽ പ്രശസ്തി ആർജിച്ചത്. ഇനി ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഭൂനികുതി സമ്പ്രദായങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. The land revenue settlement systems during British period. First one, Zamindari system. Second one, Raitwari system. And third one, Mahalwari system. എന്താണ് ഈ ഭൂനികുതി സമ്പ്രദായം? ഒന്നാമത്തെ ഭൂനികുതി സമ്പ്രദായം നോക്കുക. ജമീന്ദാരി സമ്പ്രദായം. 1793 ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആവിഷ്കരിച്ച ഒരു ഭൂനികുതി സമ്പ്രദായമായിരുന്നു ജമീന്ദാരി സമ്പ്രദായം. ഇതാദ്യമായി നടപ്പിലാക്കിയത് ബംഗാൾ പ്രസിഡൻസിയിലാണ്. കർഷകരിൽ നിന്നും ഭീമമായ തോതിൽ നികുതി പിരിച്ചെടുത്തിരുന്ന ഇടനിലക്കാരായിരുന്നു ജമീന്ദാർമാർ. പിന്നീട് കാലം കഴിയുന്നതിനനുസരിച്ച് ജമീന്ദാർമാർ ഭൂമിയുടെ ഉടമകളായി തീരുകയും ചെയ്തു. അവർ കർഷകനെയും കൃഷിഭൂമിയെയും ചൂഷണം ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പോൾ കർഷകർക്ക് ഇടയിൽ നികുതി പിരിക്കാനുള്ള ഒരു ഇടനിലക്കാരനായി പ്രവർത്തിച്ചതായിരുന്നു ഈ ജമീന്ദാർ എന്ന് പറയുന്ന വർഗം. അവർ ഭീമമായ തുക കർഷകരിൽ നിന്നും നികുതി പിരിക്കുകയും കർഷകരെ ദുരിതത്തിൽ കടബാധ്യതയിലാക്കുകയും ചെയ്തു. മറ്റൊരു ഭൂനികുതി സമ്പ്രദായമായിരുന്നു അന്ന് നിലവിലുണ്ടായിരുന്നത് റയറ്റ്വാരി സമ്പ്രദായം. ഇത് നടപ്പിലാക്കിയത് മദ്രാസ് പ്രസിഡൻസിയിലാണ്. കൃഷി നടത്തുന്ന ആളാണ് റയറ്റ് അഥവാ കർഷകൻ. ഈ സമ്പ്രദായത്തിൽ നികുതി പിരിച്ചിരുന്നത് ഗവൺമെൻറ്റും കർഷകനും തമ്മിലാണ്. ഇവിടെ ഇടനിലക്കാരൻ അതായത് ജമീന്ദാർമാർക്ക് റോളില്ലായിരുന്നു. താരതമ്യേന ജമീന്ദാരി സമ്പ്രദായത്തെ അപേക്ഷിച്ച് റയറ്റ്വാരി സമ്പ്രദായം കുറച്ചുകൂടി കർഷകർക്ക് ഗുണം ഉള്ള ഒരു ഭൂനികുതി സമ്പ്രദായമാണെന്ന് പറയാം. അതുപോലെ തന്നെയുള്ള മറ്റൊരു ഭൂനികുതി സമ്പ്രദായമായിരുന്നു മഹൽവാരി സമ്പ്രദായം. ഇതും ആദ്യമായി നടപ്പിലാക്കിയത് ഉത്തരേന്ത്യയിലാണ്. ഗ്രാമങ്ങളുടെ ഒരു കൂട്ടത്തെയാണ് മഹലുകൾ എന്ന് പറയുന്നത്. ഈ മഹലുകളാണ് നികുതി പിരിക്കാൻ ബാധ്യസ്ഥർ. അപ്പോൾ ഇങ്ങനെ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിൽ 3 രീതിയിലുള്ള ഭൂനികുതി സമ്പ്രദായമായിരുന്നു നിലനിന്നിരുന്നത്. ഇതിൽ ഇന്ത്യയിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും നിലനിന്നിരുന്ന ഒരു ഭൂനികുതി സമ്പ്രദായമാണ് ജമീന്ദാരി സമ്പ്രദായം. ഈ 3 ഭൂനികുതി സമ്പ്രദായത്തിൽ വെച്ച് കർഷകരെ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്തിരുന്ന ഒരു ഭൂനികുതി സമ്പ്രദായം കൂടിയായിരുന്നു ജമീന്ദാരി സമ്പ്രദായം. ഇനി ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യയുടെ കാർഷിക മേഖല എങ്ങനെയായിരുന്നു? കാർഷിക മേഖലയുടെ അവസ്ഥ എന്തായിരുന്നു? ദ കണ്ടീഷൻ ഓഫ് അഗ്രികൾച്ചർ സെക്ടർ അണ്ടർ ബ്രിട്ടീഷ് റൂൾ. നമ്മൾക്കറിയാം, ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് കീഴിൽ ഇന്ത്യയുടെ കാർഷിക മേഖല പാടെ തകർന്ന അവസ്ഥയായിരുന്നു. വളർച്ച മുരടിച്ച അവസ്ഥയിലായിരുന്നെന്ന് പറയാം. അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരുന്നെന്ന് നോക്കാം. കാർഷിക മേഖലയുടെ സ്തംഭനാവസ്ഥയ്ക്കുള്ള കാരണം. റീസൺസ് ഫോർ അഗ്രികൾച്ചർ സ്റ്റാഗ്നേഷൻ അണ്ടർ ബ്രിട്ടീഷ് റൂൾ. ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് കീഴിൽ കാർഷിക മേഖല തകരാനുണ്ടായ കാരണങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. 1. ചൂഷണാത്മകമായ ഭൂനികുതി സമ്പ്രദായം. ദ എക്സ്പ്ലോയിറ്റേറ്റീവ് ലാൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം. തൊട്ടു മുമ്പ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂനികുതി സമ്പ്രദായങ്ങളെക്കുറിച്ച്. അത്തരം ഭൂനികുതി സമ്പ്രദായങ്ങൾ കർഷകർക്ക് ദ്രോഹകരമായിട്ടുള്ളതായിരുന്നു. കർഷകരിൽ നിന്നും വമ്പിച്ച നികുതി പിരിച്ച് കർഷകരെ ദുരിതത്തിലാഴ്ത്തി ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുന്ന ഒരു നികുതി സമ്പ്രദായമായിരുന്നു ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ
അനുവർത്തിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ കർഷകരുടെ ഭാഗത്തു നിന്നും, അതായത് ഇങ്ങനെ കർഷകരെ നിരന്തരം ചൂഷണം ചെയ്യുന്നത് കൊണ്ട് തന്നെ കാർഷിക ഉൽപ്പാദനം കുറയുകയും കർഷകരെ ദരിദ്രരായി മാറ്റപ്പെടുകയും ചെയ്തു. അപ്പോൾ കാർഷിക മേഖലയുടെ സ്തംഭനാവസ്ഥയ്ക്കുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ അനുവർത്തിച്ചിരുന്ന ഈ ഭൂനികുതി സമ്പ്രദായമായിരുന്നു. മറ്റൊന്ന്, സാങ്കേതിക വിദ്യകളുടെ അഭാവം, യൂസ് ഓഫ് ലോ ലെവൽ ഓഫ് ടെക്നോളജി എന്ന് പറയാം. വർദ്ധിച്ച കടബാധ്യതയിൽ മുങ്ങി നിൽക്കുന്ന കർഷകർക്ക് പുത്തൻ സാങ്കേതിക വിദ്യകൾ പരിശീലിക്കാനുള്ള ഒരു അവസരം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. ഏറെക്കുറെ കർഷകർ ഇങ്ങനെയുള്ള സാങ്കേതിക വിദ്യകളെ കുറിച്ചുള്ള അറിവ് അവർക്ക് പരിമിതമായിരുന്നു എന്ന് തന്നെ പറയാം. അപ്പോൾ അതും കാർഷിക ഉൽപ്പാദനം കുറയുന്നതിനും കാർഷിക മേഖല തകരാനുള്ള ഒരു കാരണമായിട്ടും നമ്മൾക്ക് പറയാവുന്നതാണ്. മറ്റൊന്ന്, രാസവള പ്രയോഗത്തിലെ അപര്യാപ്തത. ബ്രിട്ടീഷ് ഭരണ കാലഘട്ടത്തിൽ ഇന്ത്യയിലെ കാർഷിക മേഖലയിൽ കൂടുതലായിട്ട് രാസവളങ്ങൾ ഉപയോഗിച്ചിരുന്നില്ല. നമ്മൾക്കറിയാം, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് കൂടുതലായി ഉപയോഗിക്കുകയാണെങ്കിൽ കാർഷിക ഉൽപ്പാദനം ഗണ്യമായ രീതിയിൽ വർദ്ധിക്കും. പക്ഷേ ആ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള രാസവളങ്ങളൊന്നും കൂടുതലായി ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ കാർഷിക ഉൽപ്പാദനം കുറയുകയും അത് കാർഷിക മേഖലയുടെ തകർച്ചയ്ക്ക് കാരണമാവുകയും ചെയ്തു. മറ്റൊരു കാരണമാണ് ജലസേചന സൗകര്യങ്ങളുടെ അഭാവം, ഇനാഡിക്വേറ്റ് ഇറിഗേഷൻ ഫെസിലിറ്റീസ്. നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള കൃഷിയിടങ്ങളിലുള്ള ജലസേചന സൗകര്യങ്ങളൊന്നും, അതായത് വരൾച്ചയെ നേരിടാനോ അല്ലെങ്കിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ അത് തരണം ചെയ്യാനോ ഉള്ള കൃഷിഭൂമിയിൽ ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിൽ കാർഷിക മേഖലയിൽ ഉണ്ടായിരുന്നില്ല. അതും കാർഷിക മേഖലയുടെ തകർച്ചയ്ക്കുള്ള ഒരു കാരണമായിട്ട് നമ്മൾക്ക് പറയാവുന്നതാണ്. അപ്പോൾ ഇവിടെ ചോദിക്കുന്ന ചോദ്യം, ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിൽ ഇന്ത്യയുടെ കാർഷിക മേഖല മുരടിച്ച അവസ്ഥയിലായിരുന്നോ എന്ന് ചോദിക്കാം. ആയിരുന്നു. അതിനുള്ള കാരണം എന്തൊക്കെയാണെന്നും ചോദിക്കാം. എന്തൊക്കെയായിരുന്നു കാരണം? ദ എക്സ്പ്ലോയിറ്റേറ്റീവ് ലാൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം, യൂസ് ഓഫ് ലോ ലെവൽ ഓഫ് ടെക്നോളജി, ലിമിറ്റഡ് യൂസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, ഇനാഡിക്വേറ്റ് ഇറിഗേഷൻ ഫെസിലിറ്റീസ്. ഇനി കാർഷിക മേഖലയിൽ തന്നെ കണ്ട മറ്റൊരു മാറ്റമാണ് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ കമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ, കൃഷിയുടെ വാണിജ്യവൽക്കരണം എന്ന് പറയുന്നത്. എന്താണ് ഈ കൃഷിയുടെ വാണിജ്യവൽക്കരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഭക്ഷ്യവിളകളെ ഉപേക്ഷിച്ച് നാണ്യവിളകൾ കൃഷി ചെയ്യുന്നതിനെയാണ് കൃഷിയുടെ വാണിജ്യവൽക്കരണം എന്ന് പറയുന്നത്. അതായത് കമേഴ്ഷ്യലൈസേഷൻ is a process by which farmers started cultivating cash crops instead of food crops. ഭക്ഷ്യവിളകൾക്ക് പകരം നാണ്യവിളകൾ കൃഷി ചെയ്യുന്ന രീതി, ആ ഒരു മാറ്റത്തെയാണ്, ഭക്ഷ്യവിളകളിൽ നിന്നും നാണ്യവിളകളിലേക്കുള്ള മാറ്റം, അതിനെയാണ് കമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ അല്ലെങ്കിൽ കൃഷിയുടെ വാണിജ്യവൽക്കരണം എന്ന് പറയുന്നത്. എന്താണ് ഈ ക്യാഷ് ക്രോപ്സും എന്താണ് ഫുഡ് ക്രോപ്സ് എന്ന് പറയുന്നത്? നാണ്യവിളകളും ഭക്ഷ്യവിളകളും തമ്മിലുള്ള വ്യത്യാസം എന്താ? നാണ്യവിളകൾ, ക്യാഷ് ക്രോപ്സ് ആർ ഗ്രോൺ ഫോർ ഡയറക്റ്റ് സെയിൽ ഇൻ ദ മാർക്കറ്റ് rather than for family consumption. For example, tea, coffee, cotton, spices, sugarcane, etc. are examples of cash crops. Food crops are rice, wheat, corn, etc. അപ്പോൾ ഭക്ഷ്യവിളകൾ എന്ന് പറയുന്നത് അരി, ഗോതമ്പ്, ചോളം, പയറുവർഗ്ഗങ്ങൾ, അങ്ങനെയുള്ള ധാന്യങ്ങളും ഒക്കെ ചേർന്നതാണ് അങ്ങനെയുള്ള ധാന്യങ്ങളൊക്കെ ചേർന്നതാണ് ഫുഡ് ക്രോപ്സ് അല്ലെങ്കിൽ ഭക്ഷ്യവിളകൾ എന്ന് പറയുന്നത്. ആ ഒരു ഭക്ഷ്യവിളകൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് പകരം കർഷകർ ഏതിലേക്ക് വഴിമാറി? നാണ്യവിളകൾ കൂടുതലായി ഉൽപ്പാദിപ്പിക്കാൻ താല്പര്യം കാണിച്ചു. നാണ്യവിളകൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? തേയില, കുരുമുളക്, ഏലം, കരിമ്പ്, പരുത്തി, കാപ്പി, ഇങ്ങനെയുള്ള കൊക്കോ, ഇതൊക്കെയാണ് നാണ്യവിളകൾ അല്ലെങ്കിൽ ക്യാഷ് ക്രോപ്സ് എന്ന് പറയുന്നത്.
ഇത് കൂടുതലായി ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങുകയും ഭക്ഷ്യവിളകൾ ഉൽപ്പാദിപ്പിക്കുന്നത് കുറയുകയും ചെയ്തതോടെ ഇന്ത്യയിലെ ജനങ്ങൾ കടുത്ത ദാരിദ്ര്യത്തിലേക്കും ഭക്ഷ്യക്ഷാമത്തിലേക്കും വഴിമാറപ്പെട്ടു. ഇതും ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിൽ നിലനിന്നിരുന്ന കാർഷിക മേഖലയുടെ ഒരു അവസ്ഥയായി നമ്മൾക്ക് പറയാവുന്നതാണ്. അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും ഇപ്പോൾ നമ്മൾ രണ്ട് പ്രധാന കാര്യങ്ങളാണ് പഠിച്ചത്. ഒന്ന്, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ നയങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു. മറ്റൊന്ന്, ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ ഇന്ത്യയുടെ കാർഷിക മേഖല സ്തംഭനാവസ്ഥയിലായിരുന്നു അല്ലെങ്കിൽ മുരടിച്ച അവസ്ഥയിലായിരുന്നു. അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇതുവരെ നോക്കിയത്. ഇനി ഓരോ മേഖലയിലും വന്ന മാറ്റങ്ങൾ, വ്യാവസായിക മേഖലയിൽ, വിദേശ വ്യാപാര മേഖലയിൽ, അങ്ങനെ ഓരോ മേഖലയിലും വന്ന മാറ്റങ്ങൾ നമ്മൾക്ക് പഠിക്കാനുണ്ട് ഇതേ ചാപ്റ്ററിൽ തന്നെ. അത് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ എല്ലാവരും ഈ ചാപ്റ്ററിൻ്റെ ഇത്രയും ഭാഗങ്ങൾ ഇന്ന് പറഞ്ഞു തന്ന കാര്യങ്ങൾ എല്ലാവരും ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, താങ്ക് യു.